എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കർക്കിടക സ്പെഷ്യൽ ഔഷധക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. ഉലുവക്കഞ്ഞി. ഇത് 3 ചേരുവകൾ വെച്ച് മാത്രമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഉലുവയും കുത്തിരിയും തേങ്ങാപ്പാലും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉലുവ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഉലുവ തലേ ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 4-5 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഉലുവ വേകുന്ന സമയത്ത് നമുക്ക് അരി എടുക്കാം. അപ്പോൾ ഞാൻ ചോറ് വയ്ക്കുന്ന മട്ട റൈസ് ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. മട്ട റൈസിന് പകരം നമുക്ക് ഞവരരി അല്ലെങ്കിൽ ഉണക്കലരി ഇതൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ 3-4 വിസിലൊക്കെ അടുപ്പിച്ചിട്ട് ഞാനൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഷർ ഒക്കെ ഒന്ന് പോയിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഒരു 4 വിസിൽ അടുപ്പിച്ചപ്പോഴത്തേന് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചോറും ഉലുവയും ഇതുപോലെ വെന്ത് ഇതേ രീതിയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനൊരു വലിയ തേങ്ങ, മൂത്ത നല്ല വലിയ തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ആദ്യത്തെ പാലും 2ാം പാലും കൂടിയാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാലെല്ലാം ഞാൻ ഒഴിച്ചെടുത്ത് പതുക്കെ ഒരു തള വന്നാൽ മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഉലുവാക്കഞ്ഞിക്ക്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പതുക്കെ തിള വന്നിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ പോരായ്ക ഉണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി തേങ്ങയിൽ ചേർത്തിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റായിട്ട് ഒരു പൊടിക്കൈയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സർവിങ് ഡിഷിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരല്പം നെയ്യിൽ 2 കുഞ്ഞു ഉള്ളി ഫ്രൈ ആക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഈ തവണത്തെ കർക്കിടകത്തിന് ഈ ഒരു ഉലുവാക്കഞ്ഞി ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു ഉലുവാക്കഞ്ഞി. അപ്പോൾ എന്നാൽ ശരി, നല്ല സുഖമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.